തൊണ്ടിമുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജു കോടതിയിൽ ഹാജരായി. നെടുമങ്ങാട് കോടതിയിലാണ് ഹാജരായത്. കേസിൽ രണ്ടാം പ്രതിയാണ് ആന്റണി രാജു. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, ഇപ്പോൾ ആന്റണി രാജു കോടതിയിൽ ഹാജരായിരിക്കുന്നു. കോടതി നടപടികൾ തുടങ്ങിയോ? രാവിലെ 11 മണിയോടുകൂടി തന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച നെടുമങ്ങാട് കോടതിയിൽ മുൻമന്ത്രി കൂടിയായിട്ടുള്ള ആന്റണി രാജു ഹാജരായി. നമുക്കറിയാം, തൊണ്ടി മുതൽ മാറ്റിയതുമായി ബന്ധപ്പെട്ട ആ കേസിലാണ് അദ്ദേഹം ഹാജരായത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ വക്കീൽ കോടതിയിൽ കൃത്യമായി തന്നെ ഈ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് MP MLA ഉൾപ്പെടെയുള്ളവർക്കുള്ള കേസുകൾ ഒരു പ്രത്യേക കോടതിയിൽ, എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക കോടതിയാണ് പരിഗണിക്കേണ്ടത്. ആ കോടതിയിലേക്ക് കേസ് മാറ്റുന്നത് സംബന്ധിച്ചുള്ള ഒരു ആവശ്യം കോടതിയെ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ൽ അറിയിച്ചു. അപ്പോൾ കൃത്യമായി തന്നെ അതൊരു ഹർജിയായി എഴുതി നൽകണം എന്നുള്ളതാണ് കോടതി ആരാഞ്ഞത്. അതിനുശേഷം ഈ കേസ് വീണ്ടും തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയായിരിക്കും ഈ വിചാരണ എന്നു മുതൽ ആരംഭിക്കും എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം ആവുക. എന്തായാലും ഈ 1990 ഏപ്രിൽ 4-ാം തീയതിയാണ് ഈ തൊണ്ടി മുതലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ആരംഭിക്കുന്നത്. ഈ കേസിനെ തുടർന്ന് ആന്റണി രാജു ജൂനിയർ വക്കീലായിരുന്നു. ഈ ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള ആന്റണി സാൽവത്തോറിന്റെ അടിവസ്ത്രം മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കേസ് നിലനിൽക്കുന്നത്. ഇതിൽ നിലവിൽ വിചാരണയൊക്കെ തന്നെ നിന്നിരുന്നെങ്കിലും പിന്നീട് കോടതി ഇടപെടുകയും സുപ്രീം കോടതി തന്നെ ഇടപെട്ട് ഈ വിചാരണ 1 വർഷത്തിനകം പൂർത്തിയാക്കണമെന്നും ഈ 20-ന്, അതായത് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാകണമെന്നുള്ളൊരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആന്റണി രാജു ഇന്നിപ്പോൾ കേസിലെ ഒന്നാം പ്രതി മുൻ ക്ലർക്ക് KS ജോസും ഇന്ന് ഹാജരായിട്ടുണ്ടോ? നിലവിൽ ഇന്ന് ഒന്നാം പ്രതി ഹാജരായിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആന്റണി രാജുവിനാണ് ഇന്ന് തന്നെ ഹാജരാകണമെന്നുള്ളൊരു നിർദ്ദേശം കോടതി നൽകിയിരുന്നത്. കാരണം ആന്റണി രാജു ഈ ഹൈക്കോടതിയിൽ കേസ് അവസാനിപ്പിക്കണമെന്ന ഒരു ആവശ്യം എത്തുന്നു. തുടർന്ന് ഹൈക്കോടതി കേസ് വീണ്ടും പുനരന്വേഷണത്തിന് മുന്നോട്ട് വയ്ക്കുന്നു. തുടർന്നാണ് സുപ്രീം കോടതിയിലേക്ക് ആന്റണി രാജു പോകുന്നത്. ആ കേസാണ് തള്ളിക്കൊണ്ട് വിചാരണ നേരിടണമെന്നും 1 വർഷത്തിനകം തന്നെ ഈ വിചാരണ പൂർത്തിയാക്കണമെന്നുള്ളൊരു ആവശ്യവും സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആന്റണി രാജു ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ് വന്നിരിക്കുന്നത് റിനു? ഇപ്പോൾ 34 വർഷം പഴക്കമുള്ള കേസാണ്. അത് പിന്നീട് വീണ്ടും ചൂടുപിടിച്ചിരിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന് കൂടി സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്ന കേസ്. തീർച്ചയായും, അതായത് രാവിലെ തന്നെ അദ്ദേഹവുമായി നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ കാലഘട്ടത്തിലെല്ലാം തന്നെ, അതായത് ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ തന്നെ ഈ കേസ് നിലനിൽക്കുമ്പോൾ താൻ ഈ കേസുമായി സഹകരിച്ചിരുന്നു, കോടതിയിൽ ഹാജരായിരുന്നു, ഒരു തരത്തിലും കേസുമായി സഹകരിക്കാതെ പോയില്ല എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം, ഏകദേശം വർഷങ്ങളോളം 20 വർഷത്തോളം ഈ കേസ് ഒരു രീതിയിലും മുന്നോട്ട് പോയില്ല. പ്രതികൾ ഹാജരാകാത്തത് കൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോകാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷം 2022-ലാണ് ഈ കേസ് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പുറത്തേക്ക് വരുന്നു. തുടർന്നാണ് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഈ കേസ് ഇല്ലാണ്ടാക്കുവാൻ വേണ്ടി ആന്റണി രാജു മുന്നോട്ട് പോകുന്നതും ഹർജി സമർപ്പിക്കുന്നത്. ഈ ഹർജിയാണ് തള്ളിക്കൊണ്ട് വിചാരണ നേരിടണം എന്നുള്ളൊരു ആവശ്യം സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ തുടർ നടപടികൾ വീണ്ടും സ്വീകരിച്ചിരിക്കുന്നത്. കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന ആന്റണി രാജുവോട് പ്രതികരണം ആരോപിച്ചിരുന്നപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല, തന്റെ വക്കീൽ പ്രതികരിക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കോടതിയിൽ ഹാജരായതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. ശരി, എന്താണ് ഈ തൊണ്ടുമുതൽ കേസ് എന്ന പ്രേക്ഷകർക്ക് ആവർത്തിച്ച് കേൾക്കുമ്പോൾ സംശയം തോന്നാം. ലഹരിക്കേസ് പ്രതിയായ വിദേശിയെ രക്ഷിച്ചെടുക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രം വെട്ടിത്തയ്ച്ച് ചെറുതാക്കി എന്ന കേസാണ്. 34 വർഷം മുമ്പുള്ള കേസാണ്. പല രീതിയിൽ അത് മാറ്റിവെക്കപ്പെട്ടു. 90-ൽ കുറ്റകൃത്യത്തിലെ പ്രതികളെ തിരിച്ചറിഞ്ഞ പോലീസ് കുറ്റപത്രം നൽകാൻ 16 വർഷം വേണ്ടിവന്നു. 2006-ൽ കോടതിയിൽ കേസ് വീണ്ടും എത്തിയുമ്പോൾ 16 വർഷം വിചാരണയില്ലാതെ കാത്തിരുന്നു. പിന്നീട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയ ശേഷമാണ് സുപ്രീം കോടതി ഇപ്പോൾ 1 വർഷത്തിനുള്ളിൽ വിചാരണ നടത്തിക്കൊണ്ട് കേസ് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നെടുമങ്ങാട് കോടതിയിൽ ആന്റണി രാജു ഹാജരായി.